ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മളൊരു അടിപൊളി എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെൻഡർ വാലറ്റിൻ്റെ എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഇവരുടെ സീസൺ 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ സീസൺ 2 തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇവരുടെ പോയിന്റ്സ് ഏൺ ചെയ്തും കൊണ്ട് ഇവരുടെ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആവാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേ സമയം രണ്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എയർ ഡ്രോപ്പുകൾ ഇതിൽ കൂടെ ഫാം ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു സെൻട്രൽ വാലറ്റ് എന്ന് പറയുന്നത് നിയർ പ്രോട്ടോക്കോളിൻ്റെ മേലെ വരുന്ന ഒരു ക്രിപ്റ്റോ വാലറ്റ് ആണ്. ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈനാൻസിലേക്കൊരു ലിസ്റ്റിംഗ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ Crypto.com, ഷിമ ക്യാപിറ്റൽ, അതുപോലെ തന്നെ പാൻഡേറൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ സീസൺ 1 പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പോയിൻറ്സ് ഇവരുടെ ടോക്കൺ ലോഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് എയർ ഡ്രോപ്പിലേക്കും കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമുക്ക് 2 എയർ ഡ്രോപ്പുകൾ ഒരുമിച്ച് ഫാം ചെയ്യാം എന്ന്. സോ അതിൽ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള നിയർ പ്രോട്ടോക്കോളിൻ്റെ തന്നെ ഹോട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പാണ്. നിങ്ങളിൽ പല ആളുകളും ഇങ്ങനെ ടെലഗ്രാമിലൂടെ ഹോട്ട് കോയിൻ മൈൻ ചെയ്തെടുക്കുന്നുണ്ടാവും. സോ അത് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് സെൻറ്ററിൻ്റെ എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെൻറ്ററിൻ്റെ എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തും കൊണ്ട് അവരുടെ പോയിൻറ്റ്സ് എങ്ങനെ ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സെൻറ്ററിൻ്റെ ഒരു ക്രിപ്റ്റോ വാലറ്റാണ്. ഈ ഒരു ക്രിപ്റ്റോ വാലറ്റ് നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഈ കിവി ബ്രൗസർ എന്ന് പറഞ്ഞ ബ്രൗസർ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ബ്രൗസർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെൻറ്റർ വാലറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട എക്സ്റ്റൻഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ നേരെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്ന സ്റ്റെപ്പുകൾ അതേപടി നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു പേജ് ലോഡായി കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു വാലറ്റിൻ്റെ എക്സ്റ്റൻഷൻ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്രൗസറിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. സോ അതൊന്ന് ഡൗൺലോഡ് ആവുന്നവരെ നിങ്ങളൊന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ, നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിന് ഒരു എക്സ്റ്റൻഷൻ തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട റൈറ്റ് സൈഡിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അവിടെ സെൻറ്റർ വാലറ്റ് കാണാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സെൻറ്റർ വാലറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ നമുക്ക് 2 ഓപ്ഷൻ കാണാനായിട്ട് പറ്റും: ക്രിയേറ്റ് വാലറ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ട് വാലറ്റ്. നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാലറ്റ് ഇവിടെ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ വരും. സീക്രട്ട് റിക്കവറി ഫേസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു വാലറ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ സീക്രട്ട് റിക്കവറി ഫേസ് എന്നുള്ള അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു 12 സീക്രട്ട് റിക്കവറി ഫേസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നമ്മളെ ഏത് സീക്രട്ട് റിക്കവറി ഫേസ് ആണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് മൈൻ ചെയ്യുന്ന ആ ഒരു പേജിലേക്ക് പോവുക. നമ്മുടെ ഹോട്ട് മൈനിങ്ങിന് ഉപയോഗിക്കുന്ന അതേ വാലറ്റ് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഇവിടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഹോട്ട് മൈനിങ്ങിൻ്റെ പേജിലേക്ക് പോവുക. ഹോട്ട് മൈനിങ്ങിൻ്റെ പേജിൽ പോകുമ്പം നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം. അതിൽ ഞെക്കുമ്പോഴത്തേക്കും സീഡ് ഫേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഡയറക്റ്റ് അവിടുന്ന് തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ കോപ്പി ചെയ്ത ശേഷം വീണ്ടും നമ്മുടെ കിവി ബ്രൗസർ തുറന്ന് എക്സ്റ്റൻഷൻ്റെ അടുത്തേക്ക് വരിക. അതിനുശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാലറ്റ് അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നിങ്ങളുടെ വാലറ്റ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഇതെൻ്റെ ഡമ്മി വാലറ്റാണ്. ഇതിൽ ഫണ്ടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഹോട്ട് മൈനിങ് ചെയ്യുന്ന വാലറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രീ അല്ല. പക്ഷേ നമുക്ക് വെറും $1 വെർത്തായിട്ടുള്ള നിയർ പ്രോട്ടോക്കോളിൻ്റെ കോയിൻസ് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും.
ആയിരിക്കും. ഇനി സെൻട്രൽ വാലറ്റിൻ്റെ പോയിന്റ്സ് ഏൺ ചെയ്യുന്നത് ഞാൻ എൻ്റെ PC-യിലാണ് ചെയ്യുന്നത്. സെയിം പരിപാടി തന്നെയാണ്. നമുക്കിവിടെ എക്സ്റ്റൻഷൻ ഉണ്ട്. സോ ആ ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു പേജിൽ കണക്ട് ചെയ്യുവാണ്. ഈ പോയിന്റ്സ് ഏൺ ചെയ്യുന്ന പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സെൻട്രൽ വാലറ്റ് ആദ്യം നിങ്ങളുടെ ആ ഒരു പേജിൽ കണക്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങളുടെ പാസ്വേഡ് അടിക്കുക. അതിനുശേഷം അൺലോക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ വാലറ്റ് ഈ ഒരു പേജുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ഇതേ പ്രൊസീജിയർ നിങ്ങൾക്ക് ഫോണിൽ കിവി ബ്രൗസറിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു സെൻട്രൽ വാലറ്റിൻ്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സെൻട്രൽ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹോട്ട് മൈൻ ചെയ്യുന്ന സെയിം വാലറ്റ് ഈ ഒരു എക്സ്റ്റൻഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എൻ്റെ ഹോട്ട് ടോക്കൺസും എൻ്റെ ബാലൻസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അലവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഏകദേശം $7 ഉണ്ട് ഇതിൽ. എൻ്റെ ഹോട്ട് ടോക്കൺ ബാലൻസും അതുപോലെ തന്നെ നിയറിൻ്റെ ബാലൻസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ സീസണിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 7400 പോയിൻ്റാണ്. അതെങ്ങനെയൊക്കെയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വളരെ കുറച്ച് പേര് മാത്രമേ ആദ്യത്തേൽ ജോയിൻ ആയിട്ടുള്ളൂ. സോ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ആവാൻ സമയമുണ്ട്. സെക്കൻഡ് സീസണിൽ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഡെയിലി ഓരോ സൈൻ ഇൻ ചെയ്യാം. നമുക്ക് ഡെയിലി സൈൻ ഇൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ പോയിന്റ്സ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓരോ സൈൻ ഇൻ ചെയ്യുന്ന സമയത്തും ഇവിടെ ചെറിയ ട്രാൻസാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് നിയർ പ്രോട്ടോക്കോളിൻ്റെ കോയിൻസ് കുറച്ച് ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതിനുശേഷം രണ്ടാമത് നമുക്കൊരു ക്യാൻഡി ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ടുണ്ടാവും. സോ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ എമൗണ്ടിൽ ചെറിയ മീം കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ഡെയിലി ഈ 2 കാര്യങ്ങൾ ഈ ഒരു സെൻട്രൽ വാലറ്റിൻ്റെ ഈ ഒരു എയർ ഡ്രോപ്പ് പേജ് എടുത്തിട്ട് ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഡേയിലും ലോഗിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പോയിൻറ്സും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ചെറിയ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി ഈ ഒരു ക്യാമ്പയിൻ എത്ര ദിവസം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാൽ കൂടിയും മാക്സിമം നിങ്ങളെ കൊണ്ട് എത്ര പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുമോ അത്രത്തോളം പോയിന്റ്സ് നിങ്ങൾ ഏൺ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഹോട്ട് മൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് തടസ്സവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഹോട്ട് മൈനിങ്ങിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ എമൗണ്ടിൽ നിയർ പ്രോട്ടോക്കോളിൻ്റെ നിയർ ടോക്കൺസ് ആവശ്യമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നിയറിൻ്റെ ടോക്കൺസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങളുടെ വാലറ്റിലേക്ക് നിയർ പ്രോട്ടോക്കോളിൻ്റെ ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക് നിയർ ടോക്കൺസ് സെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. വെറും $5-6 വർത്തായിട്ടുള്ള നിയർ ടോക്കൺസ് സെൻഡ് ചെയ്താൽ മതിയാകും. അപ്പം ഈ ഒരു എയർ ഡ്രോപ്പ് ആരും മിസ്സാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറ്റുന്ന ആളുകളൊക്കെ ചെയ്യുക. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എയർ ഡ്രോപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.